Cordelia Cruise, Day 2, 15th January. And today we have a short excursion to Lakshadweep. ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് ഫസ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ്. ഡാനീനെ വിന്നോന്റെ അടുത്ത സ്പേസിൽ കസേരക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓട്ട ഫുള്ള് ഓടി നടക്കും ഷിപ്പില്. നല്ല ഓഷ്യൻ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാട്ടാ. നെക്സ്റ്റ് ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വിവിധ ഷോർ എക്സ്കർഷൻ പാക്കേജസുകളാണ്. സ്നോർക്കലിംഗ് കയാക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാക്കേജസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ബീച്ച് വൈസ് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഐലൻഡ് വൈബ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 2000 rupees per head. ഇനി പാക്കേജ് ഒന്നും എടുക്കണില്ലെങ്കിൽ നമുക്ക് ഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാട്ടാ. ഇതാണ് ടിക്കറ്റ്. ക്രൂസിൽ കയറിയ ദിവസം തന്നെ ഡെക്ക് 5 പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ക്രൂസിൽ കയറുമ്പോൾ തന്നെ നമുക്ക് റൂമിലേക്കുള്ള ആക്സസ് കാർഡ് കിട്ടും. അതിൽ റീചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ള പർച്ചേസ് ഒക്കെ ചെയ്യുന്നത്. ഡെക്ക് 5 പോയിട്ടുണ്ടെങ്കിൽ റീചാർജ് ചെയ്യാം. ഈശ്വര കാവടി തുള്ളിട്ടാണല്ലോ പോണേ. ഓട്ടം തന്നെ ഓട്ടം. ഇപ്പൊ ഷോർ വരെ പോവില്ല. അപ്പൊ ഇങ്ങനത്തെ ടെൻഡർ ബോട്ട്സിൽ കുറച്ച് പേര് സഞ്ചരിച്ചിട്ട് ഐലൻഡിൽ എത്തുക. ഇതേ നമ്മുടെ ഷിപ്പ്. Now we are heading to Lakshadweep Agatti Island. കണ്ട് ഷിപ്പ് ഓഫ് ഷോറിൽ ഡോക്ക് ചെയ്തിട്ടേക്ക. അങ്ങനെ കടൽ കടന്ന് നമ്മൾ അഗാത്തി ഐലൻഡിൽ കാലുകുത്തി. കാറുകളൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ടേക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാറിൽ നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ഫസ്റ്റ് ഈ കാറിലാ. യെസ്, നമ്മുടെ പോക്ക് തുടങ്ങി. കൊഞ്ഞ് നല്ല ഇറക്കണം. വണ്ടികളൊക്കെ പറ്റി വരിട്ട് എടുക്കുക. ലക്ഷദ്വീപ് കാഴ്ചകൾ. Welcome to Agatti. Entry to this beach only for Cordelia Cruise tourists. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക്സ് കഴിക്കുക. ഇവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലക്ഷദ്വീപ് കൾച്ചർ പ്രോഗ്രാം, അതായത് ഡാൻസ് പ്രോഗ്രാം, ലക്ഷദ്വീപിലെ കലാപരിപാടികളുടെ ഡാൻസ് പ്രോഗ്രാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആക്ടിവിറ്റീസിലോട്ട് പോവുക. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് ബീച്ചിലോട്ട് പോകാം. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇവിടെ സിറ്റി ടൂർ അവൈലബിൾ ആണ്. ഓട്ടോയിലാണ് ഐലൻഡ് റൗണ്ടിങ്, അതായത് 4 സ്ഥലങ്ങൾ അവിടെ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് അവർ കാണിച്ചു തരും. ടൂർ ഗൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നമുക്ക് ആക്ടിവിറ്റീസിന് പോവാം, അല്ലെങ്കിൽ പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവാം. കണ്ട കുഞ്ഞിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ആരാടെ ഇനി ഉള്ള പോലെ നോക്കണണ്ട. ഇവിടെ ആളുകളുള്ള ബീച്ചല്ലേ, അവിടെ ആളുകളുണ്ടാവും. ഫുൾ ഫ്രീ ബീച്ചാണ്, ആളുകളില്ലാത്ത ഫ്രീ ബീച്ച്. അമ്മനെ കൊണ്ട് ചാടിക്കട കുഞ്ഞോ. ലഞ്ച് കഴിച്ചിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാം. അപ്പം ഇപ്പം ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തു.
ഫിഷിന് 200, ചിക്കന് 250 അല്ലേ? ദ്വീപില് ചിക്കനെ വില കൂടല്. അതിനൊരു കുരുക്കല് ഇതേ പോണക്ക് അതേ പോണ് കാവടി തുള്ളിട്ട്, ഇതേ പോണ് കാവടി തുള്ളിട്ട് പോടും. അയ്യോ അയ്യോ അയ്യോ, കാവടി തുള്ളി പോണക്ക് വെള്ളം കണ്ടിട്ട് ഈശോ എത്തി. അവന്റെ കളി നോക്കിയേ. ഡാനി കുട്ടാ, ഡാനി. അവന്റെ ഒരു ബീച്ച് കളി. ഓമ്പോ വെള്ളത്തില് മീമി ഉണ്ട്. എവിടെ നോക്കി? ഇവിടെ മീമി മീമി മീമി. എന്തോ ഒരു മീമിയാ. എവിടെ നമ്മളെ മോൻ ഡാനി? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഇവിടേക്ക് തിരിക്കുമ്പോ കാണാം. എവിടെ നമ്മുടെ മോൻ? ബിസിയാ കളിക്കണേല്. ഇങ്ങനെ ഈ വാക്കിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തെറ്റത്തൊക്കെ ഞാൻ ഈ തെറ്റത്തെ ഒന്നിരിക്കുക. വാക്കിംഗ് ബ്രിഡ്ജിന്റെ തെറ്റത്ത് ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ചിരിക്കുന്ന നല്ല രസമാണ്. നല്ല വൈബാണ്, നല്ല കാഴ്ചയാണ്. സമയം ഏകദേശം 3 മണിയാവണു. പോണട്ടും പിന്നെ ലക്ഷദ്വീപ് കടൽക്കാഴ്ച വിശദമായിട്ടൊന്ന് പകർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. 5 മണി വരെ ടൈമുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ കുഞ്ഞിന് ഇവിടെ ബീച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് അവനെ വിളിച്ചാൽ വേറെ സ്ഥലത്തേക്കൊന്നും വരാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ബീച്ച് മാത്രമേ കണ്ടുള്ളൂ. പോണേക്കാട്ട് മുന്നേ നല്ല പണിയുണ്ട്. ഇവനെ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം പോകാനായിട്ട്. തിരിച്ചു പോവാ. ഇങ്ങനെ കിട്ടിയുള്ള അതിനെ ഇങ്ങനെ തിരിച്ച് കിട്ടിയുള്ള. അങ്ങോട്ട് പോകുമ്പോ ഫുൾ ഡ്രസ്സിലേക്കായിരുന്നു, തിരിച്ചിങ്ങനെയാ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ 5 മണിയോട് കൂടി നമ്മൾ ക്രൂസിൽ തിരിച്ചെത്തി. നല്ല ക്ഷീണമൊന്നുമായി. പിന്നെ രാത്രി ടെക്ടൻ അപ്പർ റൂഫിലത്തെ രാത്രി കാഴ്ചട്ടാ. താഴെയാണ് ഫുഡ് കോർട്ട്. അവിടെ ഡിന്നർ വെച്ചിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ കരുതി. ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ടെക് ടൂറിന്റെ വേറെ പേര് ഡിസ്ക്രിപ്ഷൻ ഇട്ടുണ്ട്. പിന്നീട് ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ടെക് 5 and 6 മാർക്ക് തിയേറ്ററിൽ പോയി. ടെക് 5 and 6 ലോബി അതിമനോഹരാട്ടാ. അപ്പൊ കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ ക്യാപ്ചർ ചെയ്തിരുന്നു. എന്ത് രസമല്ലേ? 6th floor 6th ഡെക്ക്. ഇവിടെയാണ് മാർക്ക് തിയേറ്ററൊക്കെ ഉള്ളത്. പിന്നെ കസീനോ, ഓഷ്യൻ ഷോപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ പെയ്ഡാണ്, ഇതൊക്കെ വാങ്ങാം. $66 ഇതിന് വില. $66 എന്ന് പറയുമ്പോൾ ഏകദേശം 6600 രൂപ. ഇതിലാണെങ്കിൽ $19, $1900. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ, ജ്വല്ലറി ഐറ്റംസ്. ഇതാണ് മാർക്ക് തിയേറ്റർ. ഇവിടെ മാജിക് ഷോ ഒക്കെ ഉണ്ട് രാത്രി. അത് കാണാൻ വേണ്ടി വന്നതാ.
ഷോന്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ അവിടെ അല്ല. അപ്പൊ ഇനി വേറൊന്നുമില്ല, മാജിക് ഷോ കാണുന്നു, അടുത്ത ദിവസമായി കാത്തിരിക്കണു. താങ്ക്സ്.